ഒരിക്കൽ ഹീറോ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവൻ്റെ ഭിത്തിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ട ഹീറോ അവിടെ പോയി നോക്കുകയും ചെയ്യും. അപ്പോഴാണ് പിടികിട്ടുന്നത് ഭിത്തിയുടെ അകത്ത് എന്തോ ഉണ്ടെന്നുള്ളത്, ഏതോ ഒരാൾ ഉണ്ടെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം വീട്ടുകാർ ഹീറോയുടെ അടുത്ത് നിന്ന് മറയ്ക്കുന്നുമുണ്ടായിരുന്നു. അപ്പോഴെന്തായിരിക്കും ആ ഭിത്തിയുടെ അകത്തുള്ളത്? പിന്നീട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? പറഞ്ഞു വരുന്നത് 2023 ഇറങ്ങിയ കോബ്വെബ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഹാലോവീൻ ഒരാഴ്ച മുമ്പുള്ള ടൈമാണ്. പിന്നീട് നമ്മുടെ പടത്തിലെ ഹീറോയും കാണിക്കും. ഹീറോയുടെ പേര് പീറ്റർ എന്നാണ്. പീറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ മറ്റു കുട്ടികളെ പോലെയല്ല, മൊത്തത്തിൽ ഒരു ഇൻട്രോവേർട്ടാണ്. പിന്നീട് നമ്മുടെ ഹീറോയുടെ അച്ഛനെയും അമ്മയും കാണിക്കും. ഹീറോയുടെ അച്ഛൻ്റെ പേര് മാർക്ക് എന്നാണ്, അമ്മയുടെ പേര് കാരോൾ എന്നുമാണ്. അങ്ങനെ ഒരിക്കൽ ഹീറോ ഉറങ്ങുന്ന ടൈമിലാണ് അവൻ്റെ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത്. ആദ്യം ഹീറോയ്ക്ക് ഈ ശബ്ദം എവിടെ നിന്നാണെന്ന് പിടികിട്ടുകയില്ല. പിന്നീട് ഹീറോയ്ക്ക് പിടികിട്ടും അത് ഭിത്തിയിൽ നിന്നാണെന്ന്. ഇതറിഞ്ഞ ഹീറോ ഭിത്തിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെവി വെച്ച് നോക്കുമ്പോഴോ ശബ്ദമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവൻ കൈകൊണ്ടൊന്ന് കൊട്ടി നോക്കുമ്പോൾ ഭിത്തിയുടെ അകത്ത് നിന്ന് വീണ്ടും ശബ്ദം കേൾക്കും. ഇത് കേട്ട ഹീറോ ശരിക്കും പേടിച്ചു പോകും. മറ്റു കുട്ടികളെപ്പോലെ ആദ്യം അവൻ ഈ കാര്യം അമ്മയോട് പോയി പറയും. പക്ഷെ അമ്മ റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴോ അവിടെ ശബ്ദമൊന്നുമില്ലായിരുന്നു. ഇത് പഴയ വീടായതുകൊണ്ട് കേട്ട ശബ്ദമായിരിക്കുമെന്നും അല്ലെങ്കിൽ തോന്നിയതാകുമെന്നൊക്കെ അമ്മ ഹീറോയോട് പറയും. അങ്ങനെ പിറ്റേ ദിവസം ഹീറോ സ്കൂളിലേക്ക് പോകും. ഹീറോ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികളെല്ലാം ഹീറോയെ ഉപദ്രവിക്കുമായിരുന്നു. അന്നിവരുടെ സ്കൂളിൽ പുതിയ ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു. ഈ ടീച്ചറിന് പേര് ഡിവൈൻ എന്നാണ്. ഇന്റർവെല്ലിന് എല്ലാ കുട്ടികളും പുറത്തേക്ക് പോകും. പക്ഷെ ഹീറോ മാത്രം ക്ലാസ്സിൽ തന്നെ ഇരിക്കും. ഇത് കണ്ട ടീച്ചർ ചോദിക്കും, നീ എന്താ പുറത്തേക്ക് പോകാത്തത് എന്ന്. ഹീറോ പറയും, പുറത്തേക്ക് പോയാൽ എല്ലാ കുട്ടികളും കളിയാക്കുമെന്നും ഉപദ്രവിക്കുമെന്നും ഒക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ടീച്ചറിന് പിടികിട്ടുകയും ചെയ്യും. അങ്ങനെ ടീച്ചർ ആ ടൈമിൽ അവിടെയെല്ലാം അടുക്കി പിറക്കുന്ന ടൈമിലാണ് ഹീറോയുടെ ബെഞ്ചിലേക്ക് ഒരു എട്ടുകാലി വരുന്നത്. ഇത് കണ്ട ഹീറോ പേടിച്ച് നിലവിളിക്കും. പക്ഷേ ടീച്ചർ അവിടേക്ക് ഒരു ഗ്ലാസുമായി വന്ന് ഹീറോയെ കൊണ്ട് തന്നെ ആ എട്ടുകാലിയെ പിടിപ്പിക്കും. ആ എട്ടുകാലിയെ കൊല്ലാതെ അതിനെ പുറത്തേക്ക് വിടുകയും ചെയ്യും. അന്ന് രാത്രി എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഹീറോ ഡാഡിയോട് ചോദിക്കും അവൻ ക്യാൻഡി വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന്. ഇത് കേട്ട ഡാഡിയാണെങ്കിലോ, പണ്ട് ഇതുപോലൊരു പെൺകുട്ടി ക്യാൻഡി വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്, പിന്നെ ആ പെൺകുട്ടി വന്നിട്ടില്ലെന്നും പറഞ്ഞ് ഹീറോയെ പേടിപ്പിക്കും. അതായത് പല കള്ള കഥകളും പറഞ്ഞ് പേടിപ്പിക്കും. അന്ന് രാത്രി പീറ്റർ വീണ്ടും ഉറങ്ങാൻ വേണ്ടി പോകും. ഇപ്രാവശ്യം ഭിത്തിയുടെ അകത്തു നിന്ന് എന്തോ ഒന്ന് തള്ളി വരും. പിന്നീട് ഭിത്തിയുടെ അകത്തു നിന്ന് വീണ്ടും ആ ശബ്ദം കേൾക്കും. ഇത് കേട്ട് പേടിച്ച പീറ്റർ ഡാഡിയുടെ മുറിയിലേക്ക് പോയി ഡാഡിയെ വിളിച്ചുകൊണ്ട് വരും. പക്ഷേ ഡാഡിയും അവിടെ ചെവി വെച്ച് നോക്കുമ്പോഴോ ശബ്ദമൊന്നുമില്ലായിരുന്നു. പഴയ വീടല്ലേ, എലികളൊക്കെ ഇഷ്ടം പോലെ കാണുമെന്ന് ഡാഡി ഹീറോയോട് പറയും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഡാഡിയും ഹീറോയും എലിവിഷമെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും. ആ വിഷമെടുത്ത് ഭിത്തിയുടെ താഴെ കൂടി ഇടുകയും ചെയ്യും. പിറ്റേ ദിവസം ഹീറോയ്ക്ക് സ്കൂളിൽ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ഹീറോ വരയ്ക്കുന്നതാണെങ്കിലോ ഹീറോയുടെ റൂം പോലെ ഡാർക്ക് ആയൊരു റൂമും അവിടെ ഹെൽപ്പ് മീ എന്ന് എഴുതി വെച്ചിരിക്കുന്നതും. ഈ പടം കണ്ട ടീച്ചറിന് എന്തൊക്കെയോ നിഗൂഢത തോന്നും. അതുകൊണ്ട് തന്നെ ടീച്ചർ ആ പടവുമായിട്ട് ഹീറോയുടെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് എത്തിയ ടീച്ചർ ഹീറോയുടെ അമ്മയെ കണ്ട് ആ പടം കാണിക്കും. ഇത് കണ്ട അമ്മ ആ പടവുമായി ഹീറോയുടെ അടുത്ത് പോയി, നീ എന്തായി കാണിച്ചതെന്ന് ചോദിക്കും. ഇത് കേട്ട ഹീറോ പറയും, ആ ഭിത്തി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്, അതായത് ആ ഭിത്തിയിലെ ശബ്ദം പറഞ്ഞിട്ടാണെന്ന്. ഇത് കേട്ട അമ്മയാണെങ്കിലോ ദേഷ്യം വന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അന്ന് രാത്രി ഹീറോ ഉറങ്ങുന്ന ടൈമിൽ വീണ്ടും ആ ശബ്ദം കേൾക്കും, എഴുന്നേക്ക് പീറ്റർ എന്ന് പറഞ്ഞ്. ഇത് കേട്ട് ഹീറോ എഴുന്നേൽക്കുമ്പോഴോ നമുക്ക് കൂട്ടുകാരാകാമെന്ന് ആ ശബ്ദം പറയും. ഹീറോയ്ക്കും മറ്റു കൂട്ടുകാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറോ കമ്പനി ആകുകയും ചെയ്യും. പിറ്റേ ദിവസം സ്കൂളിൽ ആർട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കുട്ടികളെല്ലാവരും മത്തങ്ങ വെച്ച് ഹാലോവീനെ ഉണ്ടാക്കും. ഈ ടൈമിൽ ഹീറോ നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് കണ്ട ടീച്ചറും ഹീറോയെ കുറെ അഭിനന്ദിക്കും. ആ ടൈമിലാണ് ഹീറോയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ബ്രയാൻ എന്ന് പറഞ്ഞ മറ്റൊരു കുട്ടി ഇത് കാണുന്നത്. അവന് ഹീറോയോട് കുറച്ച് അസൂയ ഉണ്ടായിരുന്നു. ബ്രയാനും ഹീറോയും തമ്മിൽ ശത്രുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രയാൻ ഹീറോയുടെ മത്തങ്ങ ചവിട്ടി പൊട്ടിക്കുകയും ചെയ്യും. ഇത് കണ്ട ഹീറോയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരും. പക്ഷേ ഹീറോ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ പ്രതികരിക്കത്തുമില്ല. അന്ന് രാത്രി ഹീറോ വീട്ടിൽ പോയി ഈ കാര്യം ഓർത്ത് കുറെ വിഷമിക്കും. ഇത് കണ്ട ഭിത്തി ഹീറോയോട് ചോദിക്കും എന്ത് പറ്റിയെന്ന്. ആ ടൈമിലാണ് ഹീറോ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇത് കേട്ട ഭിത്തി ഹീറോയോട് പറയും, നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എല്ലാത്തിനും പ്രതികരിക്കണം, നീ ഒരു ആൺകുട്ടിയല്ലേ എന്നൊക്കെ. ഇതൊക്കെ കേട്ട ഹീറോയ്ക്കും കുറച്ച് ധൈര്യമൊക്കെ വരും. ആ ഭിത്തി കുറെ കാര്യങ്ങൾ ഹീറോയോട് പറയും. പിറ്റേ ദിവസം ഹീറോ ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിൽ ബ്രയാൻ മറ്റൊരു മത്തങ്ങയുമായി ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. ഇത് കണ്ട ഹീറോയുടെയും കിളി പോകും.
ഹീറോയോട് ഭിത്തി അത് മാത്രമല്ലായിരുന്നു പറഞ്ഞിരുന്നത്, ബ്രയാൻ ഒരു പണിയും കൂടെ കൊടുക്കണമെന്ന് ഭിത്തി ഹീറോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ ബ്രയാനെ പടിയുടെ മുകളിൽ നിന്ന് തള്ളിയിടും. ഹീറോ വെറുതെ ഒന്ന് തള്ളിയതാണെങ്കിലും താഴെ വീണ ബ്രയാന്റെ കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പറയണ്ടല്ലോ, ഹീറോയുടെ വീട്ടുകാരെ എല്ലാം സ്കൂളിലേക്ക് വിളിച്ച് ആകെ കുഴപ്പത്തിലാകും. വീട്ടിലെത്തിയ ശേഷം ഡാഡി ഹീറോയെ കുറെ വഴക്കു പറയും. നീ എന്തിനാണ് ആ കുട്ടിയെ തള്ളിയിട്ടതെന്നും അതോടൊപ്പം തന്നെ ആ പടത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഡാഡി ഹീറോയോട് ചോദിക്കും. ഇത് കേട്ട ഹീറോ ആ ഭിത്തി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറയും. ഇതൊക്കെ കേട്ട ഡാഡിക്ക് നല്ല ദേഷ്യം വരും. ഡാഡി അവിടെയുള്ള ഫ്രിഡ്ജ് മാറ്റുമ്പോഴാണ് കാണുന്നത് അവിടെ ഒരു ഡോർ ഉള്ളത്. ദേഷ്യത്തോടെ ഡാഡി ഡോർ തുറന്ന ശേഷം ഹീറോയെ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. അതായത് ബേസ്മെന്റിലേക്കുള്ള ഡോർ ആയിരുന്നു അത്. ഈ കാണിച്ചതിനെല്ലാമുള്ള പണിഷ്മെന്റ് ഇതാണെന്ന് പറഞ്ഞ് ഹീറോയെ ഡാഡി അവിടെ പൂട്ടിയിടും. ഹീറോയെ പൂട്ടിയ ശേഷം ഡാഡി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. ഹീറോ അവിടെ കിടന്ന് കുറേ കാറും. അവൻ്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഹീറോ ചോദിക്കും. പിന്നീട് ഹീറോ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യും. പെട്ടെന്നാണ് ഹീറോ എന്തോ ശബ്ദം കേൾക്കുന്നത്. ഹീറോ അവിടെയുള്ളൊരു പെട്ടി നീക്കി നോക്കുമ്പോഴോ താഴെ മറ്റൊരു മുറിയും കൂടി ഉണ്ടായിരുന്നു. ടീച്ചർ ആദ്യമായി അന്ന് ഹീറോയുടെ വീട്ടിലേക്ക് വന്നപ്പോഴോ ഹീറോയുടെ അമ്മ വീട്ടിലേക്ക് കയറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഡൗട്ട് തോന്നിയ ടീച്ചർ ഹീറോയ്ക്ക് ഇത് ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് പേപ്പറിന് പുറത്ത് ടീച്ചറിന്റെ നമ്പർ എഴുതി വെക്കും. പിന്നീട് ആ പേപ്പറുമായി ഹീറോയുടെ വീട്ടിലേക്കും പോകും. പക്ഷെ ഇപ്രാവശ്യവും ഹീറോയുടെ അമ്മ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. പക്ഷെ അവിടേക്ക് വന്ന ഹീറോയുടെ ഡാഡി ടീച്ചറിനെ അകത്തേക്ക് വിളിക്കാനും പറയും. അങ്ങനെ ടീച്ചർ അകത്തേക്ക് വരും. നോക്കുമ്പോഴോ ഡാഡിയുടെ കയ്യിൽ ഒരു ഹാമറൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൈ മുറിഞ്ഞ് ബ്ലഡും വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ടീച്ചർ ഒന്ന് പേടിക്കും. ഡാഡി പറയും ഇവിടെ പണിയെടുത്തപ്പോൾ ഒന്ന് മുറിഞ്ഞതാണെന്ന്. പക്ഷെ ഡാഡി എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് ടീച്ചറിന് തോന്നുന്നുണ്ടായിരുന്നു. എന്താ ഇവിടേക്ക് വന്നത് എന്ന് ഹീറോയുടെ അമ്മ ചോദിക്കും. ടീച്ചർ പറയും പീറ്റർ എവിടെ? ഞാൻ പീറ്ററിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. ഇത് കേട്ട ഡാഡി പറയും പീറ്ററിനെ ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് വിടുന്നില്ല, അവന് ഹോം എഡ്യൂക്കേഷൻ കൊടുക്കാമെന്ന് ഞങ്ങൾ ഓർത്തുവെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ടീച്ചറിന് വീണ്ടും ഡൗട്ട് തോന്നും. എന്തൊക്കെയായാലും പീറ്റർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കും. ആ ടൈമിലാണ് പീറ്ററിന്റെ അമ്മ ദേഷ്യപ്പെടുന്നത്. നിങ്ങളെന്താ ഞങ്ങളെ ഡൗട്ടുള്ളതുപോലെ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ പീറ്ററിന്റെ അമ്മ ചോദിക്കും. ഈ ടൈമിൽ പീറ്റർ ആണെങ്കിലോ അകത്തുള്ള ഡോറിൽ കുറെ തട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള വാഷിംഗ് മെഷീൻ കാരണം ടീച്ചർ ശബ്ദമൊന്നും കേൾക്കുന്നുമില്ലായിരുന്നു. ടീച്ചറിനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഹീറോയുടെ അമ്മ പറയും. ഇതെല്ലാം കേട്ട ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങി പോകാനായും തുടങ്ങും. ആ ടൈമിലാണ് പെട്ടെന്ന് വാഷിംഗ് മെഷീൻ ഓഫ് ആകുന്നത്. അകത്തുനിന്ന് ഹീറോ തട്ടുന്ന ശബ്ദവും കേൾക്കും. പക്ഷെ ആ ടൈമിൽ തന്നെ വാഷിംഗ് മെഷീൻ വീണ്ടും ഓണാകും. എന്തോ ശബ്ദം കേട്ടു എന്ന് ടീച്ചർ പറയുമ്പോഴോ ഹീറോയുടെ ഡാഡി പറയും അത് ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് ഉണ്ടാകുന്നതാണെന്ന്. പിന്നീട് ടീച്ചർ അവിടെ നിന്ന് പോവുകയും ചെയ്യും. പിന്നീട് ഹീറോയുടെ അമ്മ കേക്കൊക്കെ ഉണ്ടാക്കിയ ശേഷം ഹീറോയ്ക്ക് കൊണ്ട് കൊടുക്കും. ഹീറോയുടെ ഡാഡി അവനോട് പറയും ഇനി നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതോടൊപ്പം തന്നെ നീ ഇനി സ്കൂളിലും പോകുന്നില്ല, നീ ഇനി വീട്ടിൽ നിന്നാണ് പഠിക്കാൻ പോകുന്നതെന്ന്. ഇത് കേട്ട ഹീറോയ്ക്ക് നല്ല വിഷമവുമാകും. രാത്രിയിൽ ഹീറോ റൂമിലേക്ക് പോയ ശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഭിത്തിയോട് പറയും. അവനെ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണെന്നും വെളിയിലേക്ക് വിടുന്നില്ലെന്നുമൊക്കെ. ഇതൊക്കെ കേട്ട ഭിത്തി അവനോട് പറയും നീ അവരെ സൂക്ഷിക്കണം, നിന്റെ വീട്ടുകാർ അത്ര നല്ലവരൊന്നുമല്ലെന്ന്. ഇത് കേട്ട ഹീറോ ചോദിക്കും നീ ആരാ, എനിക്കൊന്ന് കാണണം, നിന്റെ മുഖമൊന്ന് കാണണമെന്ന്. ആ ടൈമിൽ തന്നെയാണ് ഹീറോ താഴെ ഒരു ഹോള് കാണുന്നത്. ഹീറോ താഴേക്ക് ആ ഹോളിനകത്തോട്ട് നോക്കും. അവൻ്റെ കയ്യിലുള്ളൊരു ബോള് ആ ഹോളിനകത്തേക്ക് ഇടുകയും ചെയ്യും. ആ ടൈമിലാണ് ഹോളിനകത്ത് പെട്ടെന്നൊരു കണ്ണ് വന്നത്. ഇത് കണ്ട ഹീറോ ശരിക്കും പേടിക്കുകയും ചെയ്യും. നീ ആരാന്ന് വീണ്ടും ഹീറോ ചോദിക്കും. ആ ടൈമിലാണ് ഭിത്തി പറയുന്നത് ഞാൻ നിന്റെ ചേച്ചിയാണെന്ന്. ഇത് കേട്ട ഹീറോ ശരിക്കും ഷോക്കാകും. നിന്റെ ചേച്ചിയായിട്ടുള്ള സാറയാണ് ഞാൻ. നിന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ എന്നെ ഇവിടെ അടച്ചിട്ടു എന്നും എന്നെ ഇവിടുന്ന് നീ തുറന്നു വിടണമെന്നും സാറ ഹീറോയോട് പറയും. ഇത് കേട്ട ഹീറോ പേടിച്ച് ബെഡിലേക്ക് പോയി കിടക്കുകയും ചെയ്യും. ആ ടൈമിലാണ് ഹീറോയുടെ അച്ഛനും അമ്മയും പ്രേതമായി വന്നത് ഹീറോ കണ്ടത്. പെട്ടെന്ന് ഹീറോ ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യും. ഇത് ഹീറോയുടെ ഒരു ഡ്രീം ആയിരുന്നു. പിറ്റേ ദിവസം രാത്രി സാറ അവളെ പറ്റിയുള്ള പല കാര്യങ്ങളും വീണ്ടും ഹീറോയോട് പറയും. സാറയെ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലായിരുന്നെന്നും അവളെ കൊലപ്പെടുത്താൻ വേണ്ടി അവർ കുറെ ട്രൈ ചെയ്തെന്നും പക്ഷെ അവരെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് അവളെ ഈ ഭിത്തിയുടെ നടുക്ക് അടച്ചു വെച്ചെന്നും പറയും. ഇത് കേട്ട ഹീറോ പറയും ഏയ് അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. ഇത് കേട്ട സാറ പറയും പക്ഷെ അവർ ഓൾറെഡി ചെയ്തു, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ തോട്ടത്തിൽ പോയി നീ കുഴിച്ചു നോക്കാൻ. ഇത് കേട്ട ഹീറോ പിറ്റേ ദിവസം ആ തോട്ടം മുഴുവൻ കുഴിച്ചു നോക്കും. ആ ടൈമിലാണ് അവിടെ ഒരു കുട്ടിയുടെ തലയോട്ട് ഹീറോ കാണുന്നത്. ഇത് കണ്ട ഹീറോ ശരിക്കും ഷോക്കായി പോകും. ഈ ടൈമിൽ തന്നെ ഹീറോ തോട്ടത്തിൽ നിൽക്കുന്നത് അവൻ്റെ അമ്മ അകത്തു നിന്ന് കാണും. പീറ്റർ പീറ്റർ എന്ന് അമ്മ കുറേ പ്രാവശ്യം വിളിക്കും.
ഇത് കേട്ട ഹീറോ പെട്ടെന്ന് ആ തലയോട്ടി മൂടി വെക്കും. പെട്ടെന്ന് അമ്മ എവിടേക്ക് എത്തുകയും ചെയ്യും. നീ ഇവിടെ എന്തെടുക്കുവാണെന്ന് അമ്മ ചോദിക്കും. പീറ്റർ പറയും എന്താണേലും പുറത്തേക്ക് വിടില്ല, ഹാലോവീൻ ആഘോഷിക്കാൻ വേണ്ടി ഈ മത്തങ്ങയെങ്കിലും പറിക്കാമെന്നോർത്തെന്ന്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് പീറ്ററിന്റെ അമ്മ വിശ്വസിക്കില്ല. അന്ന് രാത്രി ഹീറോ റൂമിലേക്ക് പോയി സാറ പറഞ്ഞതും അവന്റെ വീട്ടുകാർ ചെയ്ത കാര്യങ്ങളുമൊക്കെ ഓർത്ത് വളരെ വിഷമിക്കും. ആ ടൈമിലാണ് സാറ പറയുന്നത്, പണ്ട് ഇതുപോലൊരു ഹാലോവീൻ നടക്കുന്ന രാത്രിയിലായിരുന്നു എന്നെ അവർ പൂട്ടിയിടാൻ നോക്കിയത്. ആ ടൈമിൽ തന്നെ ഒരു പെൺകുട്ടി ക്യാൻഡി വാങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വരും. സാറയെ പൂട്ടിയിടാൻ പോകുന്നു എന്നുള്ള കാര്യം ആ പെൺകുട്ടി അറിയും. ഇതറിഞ്ഞ ആ പെൺകുട്ടി സാറയെ രക്ഷിക്കാനായി നോക്കും. ആ ടൈമിലാണ് വീട്ടുകാർ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നത്. ആ പെൺകുട്ടിയുടെ ബോഡിയാണ് ആ കുഴിച്ചിട്ടതെന്ന് സാറ ഹീറോയോട് പറയും. ഇനിയിപ്പോൾ നിന്നെ ആയിരിക്കും ഇതുപോലെ കുഴിച്ചിടുക, എന്തു ചെയ്യുമെന്ന് സാറ ഹീറോയോട് ചോദിക്കും. ഇത് കേട്ട ഹീറോ നമ്മളെ രക്ഷിക്കാൻ ഇനി ഒരാൾക്കേ കഴിയൂ എന്ന് പറഞ്ഞ് ഹീറോയുടെ കയ്യിലുള്ള ടീച്ചർ കൊടുത്തിട്ട് പോയ ആ നമ്പർ എടുക്കും. പേപ്പറിലുള്ള നമ്പറും എടുത്തുകൊണ്ട് ഹീറോ ടീച്ചറിനെ ഫോൺ വിളിക്കും. ടീച്ചർ, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ ഉടനെ ഹീറോയുടെ അമ്മ ഹീറോയുടെ പുറകിൽ വന്ന് നിൽക്കും. ഇത് കണ്ട് ദേഷ്യം വന്ന അമ്മ ഹീറോയെ അവിടെ നിന്ന് വലിച്ചുകൊണ്ടുപോയി ഹീറോയുടെ റൂമിലേക്കിടും. ആ ടൈമിലാണ് അമ്മ കാണുന്നത് ഹീറോ ആ തൊള്ള കണ്ടുപിടിച്ചു എന്നുള്ളത്. ഇത് കണ്ട അമ്മ ശരിക്കും ഒന്ന് പേടിക്കും. നീ അവളോട് മിണ്ടിയല്ലേ എന്ന് അമ്മ ഹീറോയോട് ചോദിക്കും. ഹീറോ ഈ ടൈമിൽ ഒന്നും മിണ്ടത്തില്ല. അമ്മ അവിടെ മുഴുവൻ ഒന്ന് തപ്പും. തപ്പിയ ശേഷം അമ്മ ഹീറോയോട് പറയും, ഇനി നടക്കാൻ പോകുന്നതിനെല്ലാം നീയാണ് കാരണമെന്ന്. നിന്റെ ഡാഡി ഒന്ന് വരട്ടെ, കാണിച്ചു തരാമെന്ന് പറഞ്ഞ ശേഷം അമ്മ അവിടുന്ന് പേടിച്ച് കതക് അടച്ചു പോകും. രാത്രി ഹീറോയുടെ ഡാഡി വരുമ്പോൾ അമ്മ എല്ലാ കാര്യങ്ങളും ഡാഡിയോട് പറയും. ഈ ടൈമിലാണ് സാറ ഹീറോയോട് പറയുന്നത്, അവർ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ അടുത്തത് നിന്നെയായിരിക്കും കൊലപ്പെടുത്തുക എന്ന്. ഇത് കേട്ട ഹീറോ താഴേക്ക് വീട്ടുകാരെ പോയി നോക്കും. വീട്ടുകാർ കാണുന്നതിന് മുമ്പ് ഹീറോ അവിടെ ഓടി അവൻ്റെ റൂമിലേക്ക് വരും. പിറ്റേ ദിവസം രാവിലെ ഡാഡി ഹീറോയെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയ ശേഷം പറയും, നീ ഇവിടെ ഒരു കുഴിയെടുക്കാൻ. എന്തിനാണെന്ന് ഹീറോ ചോദിക്കുമ്പോഴോ ഈ അഴുകിപ്പോയ മത്തങ്ങയെല്ലാം കുഴിച്ചിടാനാണെന്നും ഡാഡി പറയും. പക്ഷെ ഡാഡി പറയുന്ന കാര്യവും ചെയ്യാൻ പോകുന്ന കാര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് സാറ പറഞ്ഞതുപോലെ അവനെ കൊലപ്പെടുത്താൻ പോവുകയാണോ എന്ന് ഡൗട്ട് അടിക്കുകയും ചെയ്യും. അങ്ങനെ ഒടുവിൽ ഹാലോവീൻ എത്തും. എല്ലാവരും രാത്രി ഫുഡ് കഴിക്കും. പക്ഷേ ഹീറോ മാത്രം ഫുഡ് കഴിക്കില്ല. ആ ടൈമിലാണ് ഡാഡി പറയുന്നത്, എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ എന്ന്. ഇത് കേട്ട അമ്മയും പറയും, ശരിയാണ്, എന്തൊക്കെയോ ചൊവയുണ്ടെന്ന്. അപ്പോഴാണ് ഡാഡി പുറത്തേക്ക് നോക്കുന്നത്. നോക്കുമ്പോഴോ സ്റ്റോർ റൂമിൻ്റെ കതക് തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഡാഡിക്ക് പിടികിട്ടും ഹീറോ ഇതിൽ എലിവിഷം വെച്ചിട്ടുണ്ടെന്ന്. ഇതറിഞ്ഞ ഡാഡി ദേഷ്യത്തോടെ എന്താടായി ചെയ്തതെന്ന് ഹീറോയോട് ചോദിക്കുകയും ചെയ്യും. ഈ ടൈമിൽ ഹീറോ നിങ്ങൾ എൻ്റെ ചേച്ചിയെ കൊലപ്പെടുത്താൻ നോക്കിയെന്ന് പറയുകയും ചെയ്യും. ഇത് കേട്ട ഡാഡി ഈ ടൈമിൽ തന്നെ 911 വിളിക്കാൻ അമ്മയോട് പറയും. അമ്മ വിളിക്കാനായി ഫോൺ എടുക്കാൻ പോകുമ്പോഴോ ഫോണിൻ്റെ വയറും ഹീറോ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഒരു വഴിയുമില്ലാതാകും. ഈ ടൈമിൽ തന്നെ ഡാഡി ബ്ലഡ് ഛർദ്ദിക്കും. അവിടെ തന്നെ ഡാഡി മരണപ്പെടുകയും ചെയ്യും. ഈ കാഴ്ച കണ്ട അമ്മയാണെങ്കിലോ അവിടെയുള്ള കത്തിയും എടുത്തുകൊണ്ട് ഹീറോയെ കൊലപ്പെടുത്താനായി വരും. ഹീറോ അവിടുന്ന് പടിയുടെ മുകളിലേക്ക് ഓടിക്കയറും. പുറകെ തന്നെ അമ്മയും ഓടിക്കയറും. പക്ഷെ അപ്പോഴാണ് അമ്മ ബ്ലഡ് ഛർദ്ദിക്കുന്നത്. ആ ടൈമിൽ തന്നെ ഹീറോ അമ്മയെ ചവിട്ടുകയും ചെയ്യും. അവിടുന്ന് താഴേക്ക് വീണ അമ്മയുടെ വയറ്റിൽ കത്തി കയറുകയും ചെയ്യും. മരണപ്പെടുന്നതിന് മുമ്പ് അമ്മ ഹീറോയോട് പറയും, നീ ഒരിക്കലും അവളെ തുറന്നു വിടാൻ പാടില്ലെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് അമ്മ മരണപ്പെടുകയും ചെയ്യും. ഹീറോ അമ്മയുടെ അടുത്ത് നിന്ന് താക്കോലും എടുത്തുകൊണ്ടുപോയി സാറ പറഞ്ഞതുപോലെ അവിടെയുള്ള വാൾ ക്ലോക്ക് നീക്കിയ ശേഷം അവിടെയുള്ള ചെറിയ ഡോറ് തുറക്കുകയും ചെയ്യും. അത് തുറക്കുമ്പോഴാണ് ഇത്രയും നാള് കൊച്ചുകുട്ടിയുടെ ശബ്ദം കേട്ട ഹീറോ യഥാർത്ഥ ശബ്ദം കേൾക്കുന്നത്. അതായത് യഥാർത്ഥ പ്രേതത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ട ഹീറോ അവിടുന്ന് പേടിച്ചോടി അവന്റെ റൂമിലേക്ക് കയറി കതകടയ്ക്കുകയും ചെയ്യും. പുറകെ തന്നെ ആ പ്രേതവും ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആ സാറയെ കാണാനാണെങ്കിലോ മൊത്തത്തിൽ അഴുകി മുടിയെല്ലാം എട്ടുകാലിയുടെ വല പോലെയായിരുന്നു. ആ ടൈമിലാണ് സാറ മറ്റൊരു കാര്യം കൂടി പറയുന്നത്. അതായത് ഉണ്ടായപ്പോളെ അവൾ ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു എന്നത്. അവളെ കാണാൻ പേടിയും വൃത്തികേടും തോന്നിയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അവിടെയുള്ള അറയിൽ അടച്ചു വെച്ചു. പിന്നീട് അവൾ അവിടെയുള്ള എട്ടുകാലികളുമായിട്ടുള്ള ജീവിതമായിരുന്നു. അറയുടെ അകത്തുള്ള ആ ജീവിതം അവളെ ഒരു മൃഗം പോലെ ആക്കി മാറ്റിയെന്നും പീറ്റർ ഉണ്ടായ ശേഷം അച്ഛനും അമ്മയും നല്ല ഹാപ്പി ആയിരുന്നെന്നും അത് കണ്ട ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നും അവൾ പറയും. അതോടൊപ്പം തന്നെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത ലൈഫ് പീറ്ററിന് കിട്ടി.
അതിവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് പീറ്ററിനെ ഇവളുടെ വശത്താക്കി പീറ്ററിനെ കൊണ്ട് തന്നെ അവളുടെ അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തിയതെന്ന്. അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പീറ്റർ എന്ന് അവൾ അട്ടഹാസത്തോടെ ചോദിക്കും. ഈ ടൈമിലാണ് ബ്രയാൻ അവന്റെ ചേട്ടന്മാരെയും കൊണ്ട് ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നത്. മുമ്പ് ബ്രയാന്റെ കാല് ഹീറോ ഒടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയുടെ പക വീട്ടാൻ വന്നതാണ് ബ്രയാനും ചേട്ടന്മാരും വീടിന് പുറത്തു വന്ന് ഹീറോയെ വിളിക്കും. ആ ടൈമിൽ കതക് തനിയെ തുറക്കുകയും ചെയ്യും. അകത്തേക്ക് 4 പേരും കയറും. അകത്തേക്ക് കയറിയ അവർ അവിടെ മുഴുവൻ ഹീറോയെ അന്വേഷിക്കും. ആ ടൈമിലാണ് അവിടെയുള്ള കീബോർഡിന്റെ അടുത്തേക്ക് ബ്രയാന്റെ ചേട്ടൻ പോകുന്നത്. പെട്ടെന്ന് സാറ അവന്റെ കാലിൽ പിടിച്ച് അവനെ കൊലപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് ബ്രയാൻ അടക്കം അവിടെയുള്ള എല്ലാവരെയും സാറ കൊലപ്പെടുത്തും. അങ്ങനെ പിന്നീടാണ് അവിടേക്ക് ആ ടീച്ചറും വരുന്നത്. അകത്തേക്ക് കയറിയ ടീച്ചർ അവിടെയുള്ള 6 ഡെഡ് ബോഡിയും കാണും. ആ ടൈമിലാണ് പീറ്റർ അകത്തുണ്ടെന്നുള്ള കാര്യം ടീച്ചറിന് പിടികിട്ടുന്നത്. ടീച്ചർ അകത്തേക്ക് പോയി പീറ്ററിന്റെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് പോകും. നോക്കുമ്പോഴോ പീറ്ററിന്റെ റൂമിലെ ആ ഭിത്തിയുടെ അകത്തു നിന്ന് പീറ്ററിന്റെ ശബ്ദം, അതായത് സാറയെ അടച്ചു വെച്ച അവിടെ തന്നെ. ഇത് കേട്ട ടീച്ചർ ആ ഭിത്തി അടിച്ചു പൊട്ടിച്ച ശേഷം പീറ്ററിനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. പിന്നീട് പീറ്ററിനെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്യും. ആ ടൈമിലാണ് വീണ്ടും സാറ പീറ്ററിനെ അകത്തേക്ക് പിടിച്ചു വലിക്കുന്നത്. സാറ പീറ്ററിനെയും കൊണ്ട് അവിടെയുള്ള അണ്ടർഗ്രൗണ്ടിലെ റൂമിലേക്ക് പോകും, അതായത് ബേസ്മെന്റിനകത്തുള്ള റൂമിലേക്ക്. പുറകെ തന്നെ ടീച്ചറും പീറ്ററിനെ രക്ഷിക്കാനായി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ സാറ പീറ്ററിന്റെ അടുത്തേക്ക് വരും. അവളെ ആർക്കും ഇഷ്ടമല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ സാറ പീറ്ററിനോട് പറയും. അപ്പോഴേക്കും ടീച്ചർ ആ ബേസ്മെന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ടീച്ചറിനെ കണ്ട സാറ അവിടുന്ന് മുകളിലേക്ക് കയറി വരും. ടീച്ചറിനെ കൊലപ്പെടുത്താൻ വേണ്ടി സാറ അടുത്തേക്ക് വരുമ്പോഴാണ് പീറ്റർ അവിടുന്ന് അവളുടെ മുടിയിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നതും സാറയെ താഴേക്ക് വലിച്ചിടുന്നതും. പിന്നീട് രണ്ടുപേരും ചേർന്ന് സാറ വീണ ആ അറ അടയ്ക്കുകയും ചെയ്യും. ഈ ടൈമിലാണ് സാറ പീറ്ററിനോട് പറയുന്നത്, ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ് നീ ഓർക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങി വന്ന് നിന്റെ സമാധാനം മുഴുവൻ കളയുമെന്ന് സാറ അവനോട് പറയും. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോ ഉറങ്ങാൻ കിടക്കുന്നതാണ്. ആ ടൈമിൽ ഹീറോ വീണ്ടും അവളുടെ ശബ്ദം കേൾക്കും. പേടിച്ച ഹീറോ ബെഡിലേക്ക് നോക്കുമ്പോഴോ അവിടെ സാറയുടെ മുടി കിടക്കുന്നു. ഈ ടൈമിൽ തന്നെ ഹീറോയുടെ ബാക്കിൽ സാറ വന്ന് നിൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കും. ഇതോടെ ഈ മൂവിയും തീരും.